ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നമ്മൾ ജിമെയിൽ അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമായിട്ട് നമുക്ക് നെറ്റ് ഓഫ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ വാട്സപ്പിൽ ഒരു പുതിയൊരു ടെക്നിക് ഉണ്ട്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്സപ്പിൽ മാത്രമായിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. ഞാൻ അത് കാണിച്ചു തരാം. അതിനു മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ, തുടർന്ന് ലൈക്ക് ബട്ടൺ, എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ജിമെയിൽ അങ്ങനത്തെ പല ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലെ നെറ്റ് മാത്രമായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം. വാട്സപ്പിനുള്ളിൽ തന്നെ അടിപൊളി ഒരു സെറ്റിംഗ്സ് ഉണ്ട്, ഒരു ട്രിക്ക് ആണത്. അത് നമ്മൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മുടെ പ്രൊഫൈലുകളൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു റൗണ്ടിലും നമ്മുടെ പ്രൊഫൈലാണ് വരിക. അവിടെയാണെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാവരും മനസ്സിലാക്കിയിട്ട് ചെയ്യുക. സെറ്റിംഗ്സ് എന്നാണ് ഓപ്ഷൻ. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സബ് ഓപ്ഷൻ വരുന്നത് അതിന്റെ തൊട്ട താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോക്സി. ആ പ്രോക്സിയിൽ ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ പ്രോക്സിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയൊരു ട്രിക്കാണ്. നമുക്കിവിടെ പ്രോക്സി ഇവിടെ ഓഫ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോക്സി ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ പ്രോക്സിന്റെ ഈ ഒരു ഓപ്ഷന്റെ ഭാഗത്ത് പ്രോക്സി ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 1.1.1.1 എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് 1.1.1.1 എന്ന് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട താഴെ ഒരു ഗ്രീൻ ടിക്ക് കാണുന്നുണ്ട് അല്ലേ? തൊട്ട താഴെ ഗ്രീൻ ഐക്കൺ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോക്സി അതിലേക്ക് 1.1.1 സെറ്റ് ആവും. ഇവിടെ താഴെ ഒന്ന് ടിക്ക് ചെയ്യാം. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വാട്സപ്പിലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അയക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് കിട്ടൂല. അതായത് വാട്സപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ആയി കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തിരിച്ച് അതേപോലെ തന്നെ ആക്കണം എന്ന് വിചാരിക്കുക. വാട്സപ്പിലേക്ക് മെസ്സേജ് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പ്രോക്സി എന്ത് ചെയ്താൽ മതി? ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.